Thought I'd seen it all till I saw you. London in the fall and Paris too. And I've climbed hills to castles in the snow, but you I can't let go. Thought I'd found everything till I found you, but I was lost at sea and I never knew. You take me places where the winds don't blow, so I won't let go. The fire and stone in places unknown. I'll never let go. I'll never let go. Thought I knew my way till I found you. You took me to a place I never knew. So take my hand into the great unknown, and I'll never let go. The fire and stone in places unknown. I'll never let go. I'll never let go. The fire and stone in places unknown. I'll never let go. I'll never let go. I thought I'd seen it all till I saw you. London in the fall and Paris too. I found a love for me. Darling, just dive right in and follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Darling, just kiss me slow. Your heart is all I own, and in your eyes. കർത്താവായ ഈശോയെ ഏറ്റവും വലിയ പാപികളുമായ ദലഹീനമായ ഞങ്ങളുടെ മേലും ഈശോയുടെ കരുണ സമർപ്പിക്കുന്നു.
പ്രത്യേകിച്ച് ആശ്വിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വിവാഹോടങ്ങളിൽ ഏർപ്പെടുന്ന ആശ്വിനെയും ജനീനെയും ഈശോനാമത്തിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലമയായ പരിശുദ്ധ മാതാവെ, ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇവർ ഇന്ന് വാഗ്ദാനം ചെയ്യുന്ന ഇവരുടെ വിവാഹ ജീവിതത്തിനുള്ള പ്രഥമ വാഗ്ദാനത്തിന് ഇതിലൂടെയായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ സ്വീകരിക്കുന്നു. ഈ ജീവിതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും വർഷിക്കുന്നു. കാരണം വിവാഹത്തിൽ മധ്യസ്ഥം വഹിച്ചതുപോലെ ഇവരുടെ ജീവിതത്തിൽ പ്രതികരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. സംഗീതത്തിന് തന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ പദ്ധതികളുടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ രക്തമുടകളെ കഴുകി ശുദ്ധീകരിച്ച് തിരക്കൊരു സംരക്ഷണം നൽകുന്നു. അവിടുന്ന് അതിന് സംഗീതം തന്നിട്ട് നമുക്ക് ആവർത്തിക്കാം. അവിടുന്ന് തന്നെ ദൂതന്മാരോട് കൽപ്പിക്കും. പാദം കരുതരാതിരിക്കാൻ അവർ സിംഹത്തിന്റെയും മലകളുടെയും പറയുന്നതുകൊണ്ട് ഞാൻ അവരെ സംരക്ഷിക്കും. അവനെ കുറിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിലനിർത്തും. ഞാൻ അവനെ മോചിപ്പിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യും. ഞാൻ അവരെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവരെ കാണിച്ചു കൊടുക്കും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നിന്നുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മംഗല്യകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ആശ്വിനെയും ജനയെയും തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പര വിവാഹ വാഗ്ദാനം ചെയ്യാൻ പോകുന്നവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം ത്യാഗവും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഇന്നീ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അവസാന ദിവസം അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാൻ അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സർവ്വത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ യുവാക്കൾ പാപങ്ങൾ വീഴുകയില്ല. കർത്താവേ, ഞാൻ അങ്ങയെ തേടി വരുന്നു. നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. കർത്താവേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. നിയമങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവസമ്പത്തിനും ഉപരിയായി ഞാൻ അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും. അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഹോദരരെ, ഉത്തമഗീതത്തിൽ നിന്നുള്ള വായന. ഞാൻ സരോളിലെ പുഷ്പവും കാൽവരിയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകളുടെ ഇടയിൽ ലില്ലി എന്ന പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന. കാട്ടുമരങ്ങൾക്കിടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ. അതിലെ നിഴലിൽ ആനന്ദപുറം ഞാൻ വിശ്രമിക്കുന്നു. അതിൻ്റെ പടം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹപതാക എൻ്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശിയാകിയാൽ മുന്തിരിയട തന്ന് എന്നെ ശക്തിപ്പെടുത്തുവൻ. ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവൻ. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനങ്ങളിൽ മരണം വരെ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടി ഉറച്ചു നിൽക്കുന്നതിന്
ആവശ്യമായ അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി വിവാഹബന്ധത്തിലേർപ്പെടാൻ പോകുന്ന അശ്വിനെയും ജനിയെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ മാതൃകാപരവും സുഹൃതസമ്പന്നവുമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഖാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത് ഒരു അത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധുവരന്മാരെ അനുഗ്രഹിച്ച കർത്താവേ ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ വർദ്ധിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയായി എന്നെയും എൻ സർവവും നിൻ തിരുബലി കാഴ്ചയേകാം ദൈവമേ ജീവിതം ബലിയായി എന്നെയും എൻ സർവവും നിൻ തിരുബലി ഹൃദയതാലമതേകിടാം ഹൃദയപൂർവം ഞാൻ സ്നേഹമോടെ മാറ്റണേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും
അവന്റെ ജീവിത പങ്കാളിയാകുവാൻ തെരഞ്ഞെടുത്ത റെബേക്കയെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ പൂർണ്ണമായ സമ്മതത്തോടു കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. ആഷ്വിൻ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ ജനിയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കുദാശയിലൂടെ ആഷ്വിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സർവാധിപനായ നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
ഞങ്ങളുടെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാവുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടും സർവ്വരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. വിശിരാധനെ അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരെ, നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും വചനമനുസരിക്കാത്ത ആരെങ്കിലും അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് നയിക്കാൻ ഭാര്യമാർക്ക് കഴിയും. അവർ നിങ്ങളുടെ ആദരപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാവുക. ഭാര്യമുടികളായ പിന്നെയും സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരജനം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പിൽ പ്രകാരം തങ്ങളെ തന്നെ അലങ്കരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറാഗ്രഹത്തെ നാദാനെ നിർമ്മിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെയും ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ബലഹീന പാത്രമാണെങ്കിലും ജീവിതായുമായ കൃപയ്ക്ക് തുല്യാവകാശം എന്ന നിലയിൽ അവളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സം കാത്തിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 9 മുതലുള്ള വാക്യങ്ങൾ. പിതാവിനെ സ്നേഹിച്ച പോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തിന് നിലനിൽക്കുകയും എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എന്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാകുന്നു എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ സ്തുതി. ദിവികാരണീശ്വരന് ഏറെ സ്നേഹിക്കപ്പെടുന്ന അശ്വിൻ, ജെനി, സ്നേഹം നിറവേച്ച, അതുപോലെ തന്നെ അശ്വിൻ്റെ പപ്പ, മമ്മി, ഷാലി ചേച്ചി, ദേവിചേട്ട, ജലചേട്ട, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ആദ്യമേ തന്നെ ഈ പരിശുദ്ധാധാരയുടെയും സഖാരിയുടെയും മുന്നിൽ വെച്ചുകൊണ്ട് ഇനിയുള്ള ജീവിതം ക്രൈസ്തവ പുണ്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് നല്ലൊരു വിവാഹ ജീവിതം നയിക്കുവാനും അതുപോലെ തന്നെ അനേകം കുടുംബങ്ങൾക്ക് മാതൃകയാകുവാനുമായിട്ട് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധ വിവാഹ ജീവിതത്തിന്റെ ആശംസകൾ അറിയിക്കുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരും ഒരുപക്ഷെ വള്ളംകളി കാണാറുള്ളവരാണ്. കുട്ടനാട്ടില് വലിയൊരു ആഘോഷമാണ് ഈ വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വള്ളംകളിയിൽ 110 തുഴച്ചിൽക്കാരുണ്ട്. ഈ 110 തുഴച്ചിൽക്കാരിൽ ഒരുമിച്ച് തുഴയുമ്പോഴാണ് ഈ വെള്ളം മുന്നോട്ട് പോകുന്നത്. ഈ വെള്ളത്തിന് ഈ തുഴച്ചിൽക്കാരിൽ ആരെങ്കിലും ഒന്ന് തെറ്റിച്ച് തുഴയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മാറിപ്പോവുകയാണെങ്കിൽ ഈ വെള്ളം തമ്മിൽ കൂട്ടിമുട്ടുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. വെള്ളംകളിയിൽ തന്നെ രണ്ടാമത്തെ കൂട്ടരാണ് നിലയ്ക്ക്. ഇവർ ഈ വഞ്ചിയുടെ വെള്ളത്തിന്റെ നടുക്ക് ഇടിച്ചു പാടുന്നത്
ഇവരിങ്ങനെ ഇടിച്ചു പാടുന്ന ആ ഒരു ആരവത്തില് താളത്തില് ഈ വള്ളം തുഴയുന്നവര് മുന്നോട്ട് പോകുക. അവിടെ അവർക്ക് വേദനകളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടെങ്കിലും ഈ ആരവത്തിന്റെ ഒപ്പം അവർ മുന്നോട്ട് പോകും. മൂന്നാമത്തെ കൂട്ടരാണ് അവര്. ഇവര് വഞ്ചിയുടെ പരപ്പത്തിരിക്കുന്നത്. ഇവരാണ് ഈ വഞ്ചിയുടെ ഗതി നിയന്ത്രിക്കുന്നത്. ഈ വഞ്ചി മുന്നോട്ട് പോകുന്നത് എവിടേക്ക് പോകണമെന്ന് നിശ്ചയിക്കുന്നത് ഇവരാണ്. ഇവര് ഒന്ന് തെറ്റിക്കുകയാണെങ്കിൽ, ഇവരുടെ തുഴയിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ ചിലപ്പോൾ വള്ളങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുവാനും അതുപോലെ തന്നെ വള്ളം മറയുവാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. നാലാമത്തെ കൂട്ടരാണ് കാണികൾ. ഈ കാണികളുടെ ആരവും അതുപോലെ തന്നെ ആർപ്പുവിളികളും കയ്യടികളും ഒക്കെയാണ് ഈ വെള്ളത്തെ മുന്നോട്ട് പോകുവാനായിട്ട് അല്ലെങ്കിൽ മുന്നോട്ട് തുഴയുവാനായിട്ട് ഇവരെ സഹായിക്കുന്നത്. സ്നേഹമുള്ള ജെനി, അശ്വിൻ, നിങ്ങൾ രണ്ടുപേരെയും ഈ വള്ളത്തിലേക്ക് എടുത്തു വയ്ക്കുക. ഈ വെള്ളത്തിന്റെ തുഴച്ചിൽക്കാരെന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും. നിങ്ങൾ രണ്ടുപേരും കൈകോർത്തുകൊണ്ട് തുഴയുന്ന ഒരു വെള്ളമാണ് ഈ വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ കാണുന്നു. ക്യാമറമാനും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളും ഞാനും അച്ഛനും എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ പോകും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമാകുന്ന ചില അവസരങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങളും നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങളുടെ സന്താപങ്ങളും ഒക്കെയുള്ള ചില സന്ദർഭങ്ങൾ. അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കേണ്ടത് വഞ്ചിയുടെ അമരത്തിരിക്കുന്ന ക്രിസ്തുനാഥനാണ്. ആ വഞ്ചിയുടെ അമരത്തേക്ക് നോക്കി ക്രിസ്തുവിനെ നോക്കി നിങ്ങൾക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹപ്രദമായി. എന്റെ ഇഷ്ടങ്ങളുടെ അപ്പുറത്തേക്ക് അവന്റെ ഇഷ്ടത്തിന്റെ ഹിതം, അവന്റെ ഹിതം നിറവേറ്റുവാനായിട്ട്, അവന്റെ ഹിതത്തിനൊപ്പം പോകുവാനായിട്ട് എന്റെ ജീവിതത്തിന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയേറെ സന്തോഷപ്രദവും അതുപോലെ തന്നെ അനുഗ്രഹപ്രദവുമായി തീരുന്ന ഒരു വിവാഹ ജീവിതമായിരിക്കും നിങ്ങളുടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, തിരുവോസ്തിയിൽ നിറയും ദൈവകാരുണ്യം. ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവസ്നേഹം. ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവകാരുണ്യം. ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവസ്നേഹം. ദൈവസ്നേഹം ദിവ്യകാരുണ്യമായി തിരുവോസ്തിയിൽ നിറയുമ്പോൾ ദിവ്യകാരുണ്യമായി തിരുവോസ്തിയിൽ നിറയുമ്പോൾ എന്റെ ദൈവം എനിക്കു വേണ്ടി മണ്ണിൽ ജാതനായി. എന്റെ ദൈവം എനിക്കു വേണ്ടി സ്വയം ചെറുതായി. എന്റെ ദൈവം എനിക്കു വേണ്ടി മണ്ണിൽ കടങ്ങളുടെ മോചനത്തിനായ കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസ്ഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹം എന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേയ്ക്കായെന്നും സ്തോത്രങ്ങൾ ഞങ്ങളെന്നും സ്തുതിക്കുന്നു. ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതന്മാരെ വരും, പിന്നെ സ്വർഗവാസികൾ സർവ്വരും. സ്വർഗവും പ്രവേശാഫിൻ വൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനായേലും ദൈവം സംശുദ്ധൻ സംശുദ്ധൻ സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ സംശുദ്ധൻ. പൂവാനവും തന്മഹിമയ തിങ്ങിടും നല്ലോ സന്തതം. ശ്രീയേഴും ദിവ്യ പ്രേഷിതത്തൻ ദിവ്യന്മാർവേദ സാക്ഷികൾ നിത്യാനന്ദ പ്രദഭവാനങ്ങി വാഴ്ത്തിടുന്നു നിരന്തരം, വാഴ്ത്തിടുന്നു നിരന്തരം. നിസ്തുലൻ പ്രഭുനികൻ പാദം നിത്യനാമികൻ സുനമേ. പാവനാത്മത്രിയേകൻ ദൈവമേ, സ്തോത്രമെന്നും എന്നേക്കുമേ. ലോകമാകവെ പാവനം സഭ കീർത്തിക്കുന്നങ്ങേ സാദരം, കീർത്തിക്കുന്നങ്ങേ സാദരം. നിൻ കൃപാവൃത്തിന്മേൽ യാചിപ്പൂ ഞങ്ങൾ സാദരം. നിത്യാനന്ദത്തിലങ്ങേ സ്നേഹിതൻ ഒത്തുചേരാൻ കഴിയണമേ, ഒത്തുചേരാൻ കഴിയണമേ. കാത്തിടുനാഥാമി ജനങ്ങൾ ആശിസ്സേകണേ നിത്യവും. നീ ഭരിക്കുക നിൻ ജനങ്ങളെ, ഉന്നതീയവർക്കേകണേ. നിത്യവും ഞങ്ങൾ അങ്ങേ വാഴ്ത്തും, നിൻ പാവനനാമവും തഥാ. പാവനനാമവും തഥാ. ഞങ്ങളിൽ പാപമേശായ നിന്നനുഗ്രഹം നൽകണേ. ആശ്രയിച്ചവർ തീവ്രമായി തിന്നും കാരുണ്യം പുൽകുവാൻ അർപ്പിച്ചു നിന്നിരാശ സർവ്വം. ലേശം ലജ്ജിക്കയില്ല ഞാൻ, ലേശം ലജ്ജിക്കയില്ല ഞാൻ. പ്രതികളെ ആശീർവദിക്കണമേ. ഇവരുടെ അനുദിന ജീവിതത്തിൽ അങ്ങ് ഇവരുടെ മാതൃകയും വഴികാട്ടിയും ആയിരിക്കണമേ. ആത്മികവും ഭൗതികവുമായ അനുഗ്രഹദാനങ്ങൾ സമർത്ഥമായി ഇവർക്ക് നൽകണമേ. തിരുക്കുടുംബത്തിന്റെ മാതൃകയിൽ ജീവിക്കുവാൻ വിശ്വാസം, ശരണം, സ്നേഹം എന്നീ പുണ്യങ്ങളിലും മറ്റു ക്രിസ്തീയ സുഹൃത്തുക്കളിലും അനുദിനം വളർന്നു വരുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. Ba da za da za ri ga
It's a new world out there, go make it. Doesn't it matter? Reach out for the stars and fly. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയെ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. മലത്തിൻ്റെ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാനാകും നീതോരോ മോഹം ഓരോ വർണ്ണം ആരാരോ പാടുവരാതെ നീഹാരാർദ്രരാഗം അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം It's a new world out there, go. It's a new world out there, go. ഞാൻ ഒഴുകും തിരയിൽ തലോടി തീരം ഏതോ അനുരാഗാർദ്ര തീരം അറിയാതെ അറിയാതെ പുളകം പകരാൻ എന്തിനോ തമ്മിലേ സംഗമം സംഗമം കാലമേ 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 പുതിയൊരു ലോകം ഇളം തെന്നൽ മൂളുന്ന ഗാനം ഇളവയിൽ പോലുള്ള സ്നേഹം കിനാക്കൾ കടം തന്ന ലോകം മലർച്ചെണ്ടിൽ ഓരോ മുട്ടും ഓരോ സ്വപ്നം അവയിൽ കാണാനാകും നീതോരോ മോഹം ഓരോ വർണ്ണം ആരാരോ പാടുവതാരി നീ ആരാദ്രരാഗം അറിയാമോ പിറാക്കളെ ഇങ്ങനെ ജീവിതം പുതിയൊരു തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പുത്തുലഞ്ഞു നിന്നു താരകൾ കൺകോണിനുള്ളിലെ കണ്ണാടി നീട്ടവേ കാത്തുനിന്ന രാവുകൾ കണ്ടു ഞാൻ എത്ര നാൾ തേടി നിന്നുവെന്നോ നിന്നെ ഞാൻ നെഞ്ചകമുരുകും അനുരാഗം പ്രണയവീണ മീട്ടി തൊട്ട് തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കവേ പൂത്തുലഞ്ഞു നിന്നു താരകൾ സ്വപ്നങ്ങളോ മോഹരാഗങ്ങളോ
നിങ്ങളുടെ നിറഞ്ഞ മനസ്സോടുകൂടിയുള്ള കൈവരികൾ കൊണ്ടാണ്. I wish congratulations to this happy couples on this happy occasion and best wishes for everything good in the years to come. And myself, Surya Davis, your MC for the day. ഇന്നത്തെ ഈ പൊൻസുദിനം ജെനിയും അശ്വിനെയും പോലെ തന്നെ അല്ലെങ്കിൽ അവരെക്കാൾ ഉപരിയായി സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് അവരുടെ പാരൻസ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ജെനിയുടെയും അശ്വിന്റെയും പാരൻസിനെയും സിബ്ലിംഗ്സിനെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. So with much pleasure, I would like to invite Jenny's and Ashwin's parents onto the stage. അമ്മച്ചിയും അശ്വിന്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും കൂടി ഞാൻ സ്റ്റേജിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അശ്വിന്റെ ബ്രദർ, അതുപോലെ തന്നെ അവരുടെ ഭാര്യമാര് ലീന ആൻഡോ, ഷീന ഫ്രാൻസിസ്, ബ്രദറും സിസ്റ്റേഴ്സ് ആണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. ഉഷാർ പോകാന്ന് പറഞ്ഞപ്പോ നല്ല കുറച്ചുകൂടി സ്പീഡിൽ തന്നെ കഴിച്ചു. താങ്ക് യു ചേച്ചി. എങ്കിലും ഒരു ഫോർമാലിറ്റിയുടെ പേരിൽ ഇവരെ കുറിച്ച് ഒരു ഷോർട്ട് പ്രൊഫൈൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. എപ്പോഴും ലേഡീസ് ഫസ്റ്റ്, അങ്ങനെയാണല്ലോ അല്ലേ ചേച്ചിമാരെ? ലേഡീസ് ഫസ്റ്റ്. അപ്പൊ നമുക്ക് നമ്മുടെ ബ്യൂട്ടിഫുൾ ബ്രൈഡിൽ നിന്ന് തന്നെ ആരംഭിക്കാം. Our beautiful bride, Jenny Davis. She is from the royal family Kachapilli and she is an optometrist studying in Malabar Institute of Optometry. Her father, Mr. Davis Joseph, and her mother, Mrs. Shani Davis, and her dynamic brother, Jerry Davis. He is an IT professional working at Kakinada. That's all about our bride's family. Moving on to our handsome groom, Mr. Ashwin. He is also from a royal family, Chinchilapilli Tandiyekil, and he had completed his BSc Computer Science from Christ College, Irinalakuda, currently working as an office administrator in Muscat. His father, Mr. T.C. Jose, and his mother, Mrs. Jessina Jose. His brother Sandy, he is an electric supervisor in Muscat, and his wife Leena, she is a homemaker, and his another brother Shaiju, he is an artist cum graphic designer. Sister Leena and Joan family, and Sister Sheena Francis and family. That's all about their family. ഇപ്പോൾ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം പരിചയപ്പെട്ട് കഴിഞ്ഞു അല്ലെ? ഇനി നമുക്ക് ഇന്നത്തെ ഒഫീഷ്യൽ ആയിട്ടുള്ള ചടങ്ങുകളിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി കാൻഡിൽ ലൈറ്റിംഗ് സെറിമണിയാണ്. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ എന്നാണല്ലോ. നമുക്ക് ഇന്നത്തെ ഈ ചടങ്ങ് ദൈവാനുഗ്രഹത്തിന് വേണ്ടി തിരികെ തെളിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. തിരി തെളിയിക്കുവാനായി ജെനി, അശ്വിനി, അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും തന്നെ തിരികളുടെ അടുത്തേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുകയാണ്.
വളവൃക്ഷത്തിന്റെ ഒരു ശാഖ ഞങ്ങൾ തൊട്ടടുത്ത കരേറ്റിക്കര ഇൻഫന്റ് ജീസസ് ഇടവകയിലെ അശ്വിന് ഒരു ബെഡ് ചെയ്ത് കൊടുക്കുന്ന മാതിരി മാറ്റി കൊടുക്കുകയാണ്. അവരെ സംബന്ധിച്ചോളം വൈവാഹിക ജീവിതം കുദാശയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുദാശയാണ് വൈവാഹിക ജീവിതം. നമ്മൾ എത്ര തുടച്ച് മനോഹരമാക്കി ഭംഗിയാക്കി സൂക്ഷിച്ചു കൊണ്ടിരുന്നോ അത്ര നാളെ വീട് നിൽക്കും. ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ആരെങ്കിലുടെയും അശ്രദ്ധ കൊണ്ട് ആ പളങ്ക് പാത്രം ഒന്ന് താഴെ വീണാൽ അത് പൊട്ടിത്തകരും. പിന്നീട് നമ്മൾ എത്ര ശ്രമിച്ചാലും അത് ചേർക്കാൻ കഴിയില്ല. കാരണം അതിന്റെ കൊച്ചു കൊച്ചു ശീലങ്ങളൊക്കെ അറിഞ്ഞു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് അവരുടെ വിവാഹ ജീവിതം ഏറ്റവും ധന്യമാക്കിക്കൊണ്ട് ഇരിഞ്ഞാലക്കുട സംബന്ധിച്ചോളം അഭിവിധി പിതാവ് പറഞ്ഞിട്ടുണ്ട്, 4 മക്കൾ ഉണ്ടാവുകയെങ്കിൽ പിതാവ് നേരിട്ട് വന്ന് മാമോദിസ നടത്തിത്തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു അവസരം കൂടി അവർക്ക് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സുദിനത്തിന്റെ എല്ലാ ഭാവങ്ങളും രണ്ടുപേർക്കും നിർത്തുകൊണ്ട് കാറ്റുപള്ളി ഫാമിലി ട്രസ്റ്റിന്റെ എല്ലാ ആശംസകളും. സപ്പോർട്ട് ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ സെഷനിലോട്ട് പോകാം. സപ്പോർട്ട് ചെയ്യുന്ന ഉറപ്പുള്ളവർ ഒന്ന് കൈയടിക്കാവോ? കൈയടി ഈ സൈഡിൽ കുറഞ്ഞോ എന്നൊരു സംശയം. ഓക്കെ, എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് ചെറിയ കുറച്ച് ടെൻഷൻ ഉണ്ട്. ജെനി ടെൻഷൻ ഒന്നും അടിക്കണ്ട അല്ലെ? ഒന്ന് പറഞ്ഞ ടെൻഷൻ അടിക്കണ്ട. ടെൻഷനില്ലാത്ത ആളോട് തന്നെ ചോദിക്കാം അല്ലെ? ടെൻഷനുള്ള ആളോട് തന്നെ ആദ്യം ചോദിക്കാം. ജെനി, നമ്മുടെ അശ്വിനില് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യം. നല്ല പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ് അശ്വിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ല ക്യാരക്ടറാണെന്ന് പറഞ്ഞു. ജെനി, ഈ നല്ല ക്യാരക്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല കെയറിംഗ് ആണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. കറക്റ്റായിട്ട് പറഞ്ഞു. ഇനി ജെനി അശ്വിനോട് ചോദിക്കുക അല്ലെ? അശ്വിനെ ഇതുപോലെ ജെനിയെ കണ്ട പോസിറ്റീവ് ആയിട്ടുള്ള 2 കാര്യം ഞങ്ങളോടൊന്ന് പറയൂ. പോലീസുകാരായിട്ട് ഉത്തരം പറഞ്ഞു. നല്ല കെയറിംഗ് ഉള്ളതാണ് അവർക്ക് പരസ്പരം. താങ്ക് യു. അതിന് ഇനി ഒരു ചെറിയ ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഇനി ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നെഗറ്റീവ് തോന്നിയിട്ടുണ്ടോ? ജയിലെ അപ്പൊ പറയാം. അത് ചുമ്മാ പഠിക്കാൻ പറയുന്നില്ലേ ജയില്? അത് നെഗറ്റീവായിട്ട് എടുക്കില്ല. ഇനി അശ്വിനെ വാശിക്ക് പറഞ്ഞോ ജയിലിയുടെ നെഗറ്റീവ്. ജയിലിയാണോ കലിപ്പ് എന്ന് പറഞ്ഞത്? ശ്രമിക്കാനൊന്നും തോന്നിയിട്ടില്ല. ഓക്കെ, ഇങ്ങനെ 2 പേരും പറഞ്ഞു കഴിഞ്ഞു. ഒരു ജീവിതമാകുമ്പോ മധുരവും സ്നേഹവും സന്തോഷവും എല്ലാം കലർന്നിട്ടായിരിക്കും. ഒരു പ്ലാൻ ചെയ്തിട്ട് പറയാം. എനിക്ക് കൊടൈക്കനാൽ അല്ലാണ്ട് വേറെ ഏതെങ്കിലും സ്ഥലം സജഷൻ ഉണ്ടോ? ഉണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞോളാന്ന് പറഞ്ഞത്. ഓക്കെ, ഫൈൻ.
മഴമെല്ലെ മായുമീ നേരം ഈ നനവും കഥ പറയവേ കണ്ടൂരങ്ങൾ തികയാതെ നാം വിൺതീരങ്ങൾ അണയുന്നിതാ നിന്നാത്മാവിൻ മിഴിനീലതി തിരയുന്നോരാ തിരയാളിയായി നിൻ കൂടെ ഞാനില്ലയോ നിൻ കൂടെ ഞാനില്ലയോ ഇരവൊഴുകണ വഴിയത് നീളെ ഇതൾ വിരിയണ താരം നീ ഇനി നിറയണ നിരവധിലെല്ലാം നീ മാത്രമാ പുലരുളയുടെ മലരുകൾ മേലെ ഹിമകണമണി തൂവും പോലെ കനവൊരു പിടി കുടയുവതെന്തേ നീ എന്നുള്ളതേ കാറ്റിലാടും മരച്ചില്ല മേലെ രാക്കൂടു കൂട്ടും കിളിയേ ഓ ഏകയായി അലയുന്ന നേരം നെഞ്ചാലെ നിന്നെ അറിയാം എന്നെന്നും നോവ് പോലും ചിരിയാലെ മൂടി സംഗീതമാകും സഖിയേ നിൻ കൂടെ ഞാനില്ലയോ Yeah.
ആരും കാണാതെന്നും ആരോടും ചൊല്ലാതെ കണ്ണാൽ കണ്ണാൽ തമ്മിൽ മിണ്ടുന്നു നാം. ഞാനും നീയും തേടും നാളെത്തും വൈകാതെ ചായം തൂകും തമ്മിൽ മെല്ലെ മെല്ലെ മിന്നും. നിന്നാണം കാണാനായി നിൻ കോപം വാടാനായി എന്നാളും നിഴലായി തണലേ കിടാമീ ജീവനിൽ നിന്നോരം മാറാതെങ്ങും മായാതെ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയാ എന്നെ തേടൂ. ഓരോ രാവും നീയൻ താരാട്ടായി മാറുമ്പോൾ ഓരോ നോക്കും വാക്കും നീയാകുമ്പോൾ പോകും തെന്നൽ പോലും നിന്നീണം മൂളുമ്പോൾ ഓരോ നാളും മെല്ലെ ഞാൻ മാറുമ്പോൾ താനേ നിൻ കാവൽ കണ്ണാകാം നിന്നോമൽ കൂടേറാം ഉള്ളാകെ പകരാം പറയാക്കിനാവായി നീ വരൂ എന്നോരം മാറാതെങ്ങും മായാതെ. കാണാക്കുയിലേ കാണാക്കുയിലേ കണ്ണാടിത്തീരം നിറയെ കനവ് തരൂ. കാണാക്കുയിലേ കാണാക്കുയിലേ നീ നോവും നേരം ചിരിയാ എന്നെ തേടൂ. പാതിരാവിന്റെ വാതിലിൽ പൂവ് ചൂടുന്ന താരമേ പുലരാൻ വൈകുമോ ഇനി രാവേറുമോ കണ്ണോരം കാണും മോഹം നേരാണോ പതിയെ നീങ്ങുന്ന നേരമേ വെറുതെ വേഗത്തിലോടുമോ അവനോടായിതാ അലിയാൻ കാത്തു ഞാൻ ഇന്നേതോ തീരാദാഹം നേടാനാ. പകുതി തീരാ കവിത പോലെ അകലെ നിൽപ്പൂ നീ വരാതെ പുതിയൊരാനന്ദമോ പതിവുകൾ ദൂരയോ. വിവാഹ വാഗ്ദാനമാണ് ഇന്ന് കഴിഞ്ഞു വന്നിട്ടുള്ളത്. വിവാഹം വരുന്നതേ ഉള്ളൂ. തിങ്കളാഴ്ചയാണ് പാൺമണിക്ക് കലേറ്റുകര ഇൻഫ്ലുവൻസ് ഫണ്ട് നടത്തുന്നു. ഈ വിവാഹ വാഗ്ദാനം ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായി നടത്തിത്തന്ന അതിനെ അനുഗ്രഹിച്ച കർത്താവിനെ പറ്റി നന്ദിയോടുമൊക്കെയാണ് മാധ്യസ്ഥം മറ്റ് പരിശുദ്ധമ്മയ്ക്കും മറ്റെല്ലാവരും തുടങ്ങിയ എല്ലാ വിശുദ്ധന്മാർക്കും നടക്കുന്നു. ഇവരുടെ പേര് നാമകാര്യങ്ങളെ വിശുദ്ധരെയും പ്രത്യേകം സ്മരിക്കുന്നു. നമ്മളോടൊന്ന് സഹകരിച്ച ഒത്തിരി പേരുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, പൈസണ്ടാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരുടെയും സഹകരണം നമുക്കുണ്ടായിരുന്നു. എല്ലാവരെയും നമുക്ക് നന്ദിയോടെ ഓർക്കുന്നു. വന്നുപോയവർ ക്ഷണിക്കപ്പെട്ട് വന്നുപോയവരെല്ലാവരും പ്രത്യേകിച്ച് ഇന്നത്തെ കുദാശകർമ്മം നടത്തിയ മുഖമായിട്ട് വൈദികനെ വഹിച്ച് സമർപ്പിക്കുന്നു. ദേവാലയം ഗായകരെ എല്ലാവരെയും ഓരോരുത്തർ പേരുകൾ പറയുന്നില്ല, എല്ലാവരും പ്രത്യേകിച്ച് കലക്ടറിൽ വന്നിട്ടില്ല. മക്കൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
അമ്മയുടെ മാധ്യസ്ഥം ഈ മക്കൾക്കും 2 മക്കളുടെ കുടുംബങ്ങൾക്കും എല്ലാ ബന്ധുമിത്രാദികൾക്കും ഇന്ന് വന്നിട്ടുള്ളവർക്ക് എല്ലാവർക്കും പ്രത്യേകം മാധ്യസ്ഥം നേടിക്കൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മൺമറഞ്ഞു പോയ നമ്മുടെ 2 അപ്പന്മാരുണ്ട്, അതുപോലെ ബാബുണ്ട്, പോളുണ്ട്. ഇവരൊക്കെ നന്ദിയോട് ഓർക്കുന്നവരുടെ ആത്മാർത്ഥ ശാന്തി നേരുന്നു. അവരൊക്കെ സ്വർഗീയ മാധ്യസ്ഥമാണ്. ഇതൊക്കെ നമുക്ക് ഭംഗിയാക്കി തരാൻ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ മാധ്യസ്ഥം വായിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈ 2 മക്കളെയും പ്രത്യേകിച്ച് മറ്റെല്ലാവരെയും ഈശോയിൽ പ്രതിഷ്ഠിക്കുന്നു. ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഈ കുടുംബത്തിൽ രാജ്യമായി വാഴണമേ. ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശുദ്ധീകരിക്കുകയും സങ്കടങ്ങളെ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ സിദ്ധിഭാഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ആത്മീയവും ശാരീരികവുമായ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും ഞങ്ങളുടെ പ്രതിഷ്ഠയും അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളെ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മർഗരീത്ത മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യവും നന്ദി ദൈവമേ, അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിട. അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയേകിട. നന്മരൂപനേ നല്ല ദൈവമേ, നന്മരൂപനേ നല്ല ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. സ്നേഹിതനോ വാർക്കുയിലോ കാതിലൊരാർദ്രഗീതമിന്നു പാടിയാരോ തൂവയിലിൻ പുലരൊളിയോ തൂവുകയാണു നേർത്ത മഞ്ഞു തുള്ളി വസന്തങ്ങളേകാനായി ദിനാന്തങ്ങളോരോന്നിൽ വന്നു നീ. നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോലാരോ പിന്നാലെ വന്നേ. നടവഴിയുടെ ഓരങ്ങൾ പൂച്ചൂടാനെന്തേ കുടകരികിലെ തൂമഞ്ഞു കണ്ണൂരിൽ പെയ്തേ. മനമാകയോ പുതുസൗരഭം പകരുന്നൊരാളതിരോലമായി വിരലോടിതാ വിരൽ ചേർക്കവേ അലിയുന്നു നാം പ്രണയാർദ്രമായി. നറുചിരിയുടെ മിന്നായം കണ്ണോരം കണ്ടേ നദിയൊഴുകണ പോ
പോലാരോ പിന്നാലെ വന്നു.